Hello everyone, welcome back to my channel. So this is the second day. I know it took a while to post this, but second day we decided to leave. So where we were staying, that was about 50 kilometers from Madikeri. So we came down to the town to buy some coffee beans and coffee and tea, and we also tried their wines. We bought one wine actually. We bought the mulberry wine. It's really nice. It actually tastes very similar to grape wine. And then we tried ഇത് എന്താണ് പറയുക കാന്താരി മുളകില്ലേ കാന്താരിയുടെ വൈനുണ്ടായിരുന്നു. ദാറ്റ് ഐ ഡിഡ്ന്റ് ബൈ ബിക്കോസ് ഇറ്റ് വാസ് ടു സ്പൈസി. പിന്നെ ഞങ്ങളവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് വാസ് ഗുഡ്, ഇറ്റ് വാസ് നോട്ട് ബാഡ്. ചെറുതായിട്ട് ഇങ്ങനെ ഒരു മഴക്കോളുണ്ടായിരുന്നു, പക്ഷെ മഴ പെയ്തില്ല. പിന്നെ ഞങ്ങൾ തിരിച്ച് വരുന്ന വഴി പിന്നെ അവിടെ ഞങ്ങൾ ടൗണിലൂടെയൊക്കെ ചുമ്മാ നടന്നു. അതൊന്നും ഞാൻ വ്ളോഗ് ചെയ്തില്ല. അത് ജസ്റ്റ് ലൈക്ക് എനി അതർ ടൗൺ. നമ്മൾ നാട്ടിൽ ഒരു ചെറിയ ടൗണിൽ എവിടെ പോകുന്നു അതേപോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും വ്ളോഗ് ചെയ്തില്ല. പക്ഷേ എനിക്ക് ഇവിടെ ഇപ്രാവശ്യം ഇതിൽ ഏറ്റവും ഇഷ്ടമായത് ഇതാണ്. ഞങ്ങൾ തിരിച്ച് വന്നുകൊണ്ടിരുന്ന സമയത്ത് അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾ നോട്ടീസ് ചെയ്തില്ല. ആക്ച്വലി തിരിച്ച് വന്നപ്പോഴത്തേക്കും അവിടെ ഫുൾ ഈ കോഫി എസ്റ്റേറ്റ്സിൽ കോഫിയുടെ പൂ ഇങ്ങനെ പൂത്തിരിക്കുകയായിരുന്നു. കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. ദിസ് വീഡിയോ ഇസ് നോട്ട് ഡൂയിങ് ജസ്റ്റിസ് ടു ഹൗ പ്രിറ്റി ഇറ്റ് ലുക്ക്ഡ്. ബട്ട് ഭയങ്കര ഭംഗിയായിരുന്നു. എല്ലാ കോഫി എസ്റ്റേറ്റ്സിൻ്റെ അവിടെയും നിറയെ പൂത്തിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഒരെണ്ണത്തിനകത്ത് ഞാൻ പതുക്കെ ഇറങ്ങി, പക്ഷെ നമ്മൾ അകത്തോട്ടൊന്നും പോയില്ല. ജസ്റ്റ് അവിടെ കയറുന്ന ഒരു ഭാഗത്ത് മാത്രം നിന്ന് ഞാൻ ഫോട്ടോസ് എല്ലാം എടുത്തു. പിന്നെ ഇതൊക്കെ പോണ വഴിക്ക് ഞങ്ങളിങ്ങനെ കാറ് നിർത്തി എടുത്തത്. അപ്പോൾ ദിസ് വാസ് ദ ബെസ്റ്റ് പാർട്ട് ഓഫ് ദ ട്രിപ്പ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ലൈക്ക് ഫോർ എൻ എൻറ്റയർ hour we were just stopping and enjoying and it had a beautiful smell too. അപ്പം ഞാനിങ്ങനെ വണ്ടർ ചെയ്യുന്നത് ഇത് കോഫിയുടെ പൂവിൻ്റെ മണമാണോ അതോ മുല്ലപ്പൂവിൻ്റെ മണമാണോ എന്ന് തോന്നി. എനിക്ക് അങ്ങനത്തെ ഒരു ഭയങ്കര സിമിലാരിറ്റി തോന്നി. ബട്ട് ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. ഇതായിരുന്നു ലൈക്ക് ദ ബെസ്റ്റ് പാർട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഇതേപോലെ എല്ലാ കോഫി എസ്റ്റേറ്റ്സിലും നിർത്തി വീഡിയോസ് എടുത്തും ഫോട്ടോസ് എടുത്തും ഞങ്ങൾ തിരിച്ച് വൈകുന്നേരം എത്തി. അറൗണ്ട് 4 o'clock ആയി നമ്മൾ തിരിച്ചെത്തിയപ്പോൾ. പിന്നെ ഞാൻ അവിടെ ഇരുന്നു. ഞങ്ങളുടെ കോട്ടേജിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു ചെറിയ സ്പേസ് ഉണ്ട്. അവിടെ ഞാനവിടെ ഇങ്ങനെ ഇരുന്നു, ബുക്ക് വായിച്ചു, പിന്നെ വരച്ചു. ഭയങ്കര പീസ്ഫുള്ളായിരുന്നു. ഓൺലി സൗണ്ട് വി കുഡ് ഹിയർ വാസ് ദാറ്റ് ഓഫ് ഈ ബേർഡ്സിൻ്റെ ശബ്ദം, പിന്നെ ക്രിക്കറ്റ്. നമ്മൾ നാട്ടിലിരിക്കില്ലേ അതേപോലെ തോന്നി. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരുന്നു. കുറേ നേരം ടൈം അവിടെ സ്പെൻഡ് ചെയ്തു ഇങ്ങനെയായിരുന്നു. ബിക്കോസ് ദാറ്റ് വാസ് എ ഹോൾ പോയിൻറ്റ് റൈറ്റ്. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ വി ജസ്റ്റ് വാണ്ടഡ് ടു മൂവ് അവേ ഫ്രം ദ സിറ്റി ആൻഡ് ദെൻ ജസ്റ്റ് ടേക്ക് സം ടൈം ഔട്ട്. അങ്ങനെ ഞാനങ്ങനെ ചുമ്മാ ഇരുന്ന് കുറേ സമയം അവിടെ കളഞ്ഞു. ബട്ട് ദാറ്റ് വാസ് ദ സെക്കൻഡ് ഡേ വാസ് റിയലി റിലാക്സിങ്. പ്രത്യേകിച്ച് ഞങ്ങളൊന്നും ചെയ്തില്ല. ഇങ്ങനെ ഇവിടം വരെ പോയപ്പോഴും വന്നപ്പോഴും വാസ് വെരി ബ്യൂട്ടിഫുൾ. വഴിയൊക്കെ ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. അതായത് കുറേ ഒരു വർഷത്തേക്കുള്ള കോഫി വാങ്ങിച്ചതിൻ്റെ സന്തോഷം വേറെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഹോം മെയ്ഡ് വൈൻ എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. അതെല്ലാവിടെയും കിട്ടാറില്ല. നാട്ടിൽ പോകുമ്പോൾ എനിക്ക് പരിചയമുള്ള ആരും അങ്ങനെ ഉണ്ടാക്കുന്നവരില്ല. നമുക്കിങ്ങനെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വരാനായിട്ടൊരു ഫ്രീഡം ഉള്ളവരാരും ഇല്ല. അതുകൊണ്ട് അത് കണ്ടപ്പോൾ ഞങ്ങൾ അത് വാങ്ങിച്ചു. പിന്നെ ചായപ്പൊടി കുറേ സാധനം വാങ്ങിച്ചു. ആക്ച്വലി ചായപ്പൊടി, കാപ്പിപ്പൊടി, കാപ്പിയുടെ ബീൻസ്, പിന്നെ ചോക്ലേറ്റ്സ്, 3-4 തരം ചോക്ലേറ്റ്സ് വാങ്ങിച്ചു. പിന്നെ അതെല്ലാം കൊണ്ടുവന്നു. ഇതിന് കോട്ടേജിനകത്ത് ചെറിയ ഫ്രിഡ്ജ് ഉണ്ട്. ഓക്കെ, അപ്പം അതിനകത്ത് നമുക്കതെല്ലാം വെക്കാം സേഫ് ആയിട്ട്. വൈൻ്റെ ബോട്ടിൽ മാത്രം അതിൻ്റെ ക്യാപ്പ് അധികം ഫേം ആയിരുന്നില്ല. അതായത് പെട്ടെന്ന് ഊരി വന്നു. ബസ് എന്താ പറയുക, സൈഡ് വേസ് കുറച്ച് നേരം ചരിച്ച് വെച്ചപ്പോഴത്തേക്കും ലീക്കായി പോയി. ബട്ട് അതർ ദാൻ ദാറ്റ് ഇറ്റ് വാസ് ജസ്റ്റ് ഫൈൻ. സോ ഐ വാസ് ജസ്റ്റ് സിറ്റിംഗ് ദേർ ആൻഡ് എൻജോയിങ് ഇറ്റ്.
Bye.